RSS സ്പോൺസേഡ് പരിപാടിയായ ജ്ഞാനസഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിസിമാർ പിന്മാറണമെന്ന് KSU. നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ല വിസിമാർക്ക് ശമ്പളം നൽകുന്നത്. മോഹൻ ഭാഗവത്തിന് എന്ത് സംഭാവനയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാനാവുക? വിസിമാർക്ക് പങ്കെടുക്കാമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം സമ്പൂർണ്ണമായിട്ടുള്ള കാവ്യവൽക്കരണമാണ് ഇതിൻ്റെ അജണ്ട എന്ന് KSU പറയുകയാണ്. കേരളത്തിലെ മതനിരപേക്ഷമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ തകർക്കാൻ വേണ്ടി മാത്രമേ ഇത്തരത്തിലുള്ളൊരു സമ്മേളനം കാരണമാകൂ എന്ന് KSU പറയുകയാണ്. ആ സമ്മേളനത്തിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കരുതെന്ന് KSU ആവശ്യപ്പെടുകയാണ്. RSSൻ്റെ നാഗ്പൂരിലെ കാര്യാലയത്തിൽ നിന്നല്ല ഈ വൈസ് ചാൻസലർമാർക്ക് ശമ്പളം കിട്ടുന്നത് എന്നൊരു ഓർമ്മ അവർക്ക് വേണം. RSS ദേശവ്യാപകമായി നടത്തുന്ന കാവ്യവൽക്കരണ അജണ്ടയുടെ തുടർച്ചയാണ് കേരളത്തിൽ നടത്തപ്പെടുന്ന ഈ ജ്ഞാനസഭ. ആരാണ് ഈ മോഹൻ ഭഗവത്? RSSൻ്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭഗവത്തിന് എന്ത് സംഭാവനയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകാനുള്ളത് എന്നൊരു വലിയ ചോദ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ വൈസ് ചാൻസലർമാർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലും വലിയ ഭയാശങ്കയോടുകൂടിയാണ് KSU നോക്കിക്കാണുന്നത്. അത് നാക്കുവഴുതിയാണ് വിദ്യാഭ്യാസ മന്ത്രി അത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയെങ്കിൽ ആ പരാമർശം കൂടി പിൻവലിക്കാൻ അവർ തയ്യാറാകണം.